വളരെ വർഷങ്ങൾക്ക് മുമ്പിലൊന്ന് റെക്കി എന്ന ചികിത്സാരീതി എന്നെ സ്വാധീനിച്ചിരുന്നു. അന്ന് കേരളത്തിൽ പലയിടത്തിലും റെക്കി എന്നുള്ള പദം തന്നെ കേൾക്കാത്തവർ ഉള്ള കാലമാണ്. ആ റെക്കി ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയും പിന്നീട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് റെക്കിക്കയുടെ ആചാര്യന്മാരോട് ആദ്യമായിട്ട് റെക്കി എന്നുള്ള പദം ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ ഓർക്കുന്നുണ്ട്. അവരത് പറയാറും ഉണ്ട്. ക്രമേണ ഇപ്പൊ കേരളത്തിൽ ധാരാളം പേര് റെക്കി പ്രാക്ടീസ് ചെയ്യുന്നവർ ഉണ്ട്. ആ റെക്കി പ്രാക്ടീസ് ചെയ്യുന്നവര് പലരും പിന്നെ അതിലൊരു ഉപരിപഠനവും നടത്തുന്നില്ല. അത് നമ്മുടെ എല്ലാ ചികിത്സാ രീതികൾക്കുമുള്ള ഒരു കുഴപ്പമാണ്. ആയുർവേദ കോളേജിൽ നിന്ന് ബിരുദം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആയുർവേദ ഡോക്ടർ പിന്നീട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു റിസർച്ചോ കാര്യങ്ങളോ ആ റിസർച്ച് നടത്തുന്നവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ തന്നെ ഇവർ വായിക്കാറില്ല. പരിചയക്കാരായ ഡോക്ടർമാരിൽ നിന്ന് അവർ റേപ്പർ തുറക്കാതെ വെച്ച അത് മുഴുവൻ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടണമല്ലോ. പ്രപഞ്ച ശക്തിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. ആ പ്രപഞ്ച ശക്തിയുടെ ഒരു ഭാഗമാണ് നമ്മളെങ്കിൽ ആ പ്രപഞ്ച ശക്തിയെ നമുക്ക് സാംശീകരിച്ചെടുക്കാൻ കഴിയുമല്ലോ. എനിക്ക് 17 സെന്റ് സ്ഥലമുണ്ട് മാങ്കാവ്. ഈ 17 സെന്റ് സ്ഥലം ഇന്ത്യയുടെ ഭാഗമല്ലേ. ഇന്ത്യയുടെ മുഴുവൻ ശക്തിയും ഈ 17 സെന്റിലേക്ക് കൊണ്ടുവരാമല്ലോ. എന്റെ സ്ഥലത്ത് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റുമോ? വേറെ രാജ്യത്തുള്ളവർക്കാട്ടോ. അപ്പൊ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പ്രപഞ്ച ശക്തി റെക്കി എന്ന സ്ഥിതിവിശേഷത്തെ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. പക്ഷെ കണ്ടമാനം ആളുകൾ പുറത്തിരിക്കുക, നെക്സ്റ്റ് എന്ന് പറയുക, അടുത്ത ആള് വരിക, എന്റെ ഈ പ്രോബ്ലം മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ ഈ റെക്കി മാസ്റ്റർക്ക് അതിനനുസരിച്ച് ഉയരാനോ മാറാനോ കഴിഞ്ഞോളണമെന്ന് ഇല്ല. ഈ ശക്തിവിശേഷം എപ്പോഴും പ്രചരിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. വളരെ മുൻകൂട്ടി പറയണം, ഇങ്ങനെ കാര്യമുണ്ട്, എനിക്ക് റെക്കി ചെയ്യണം എന്ന്. ഇങ്ങനെ പറയുന്ന ഒരു അപൂർവം ആയിരിക്കും. കാരണം റെക്കിയിലല്ല ആളുകളുടെ വിശ്വാസം, ഗുളിക കഴിക്കുന്നതാണ്. ഏത് കാര്യത്തിനും അതിനെന്താ മരുന്നതെന്നാണ് ചോദിച്ചത്. ഈ ശക്തിവിശേഷത്തെ നമ്മൾ കേന്ദ്രീകരിച്ച് 5 തരത്തിൽ റെക്കി പ്രവർത്തിക്കും. റെക്കി മാസ്റ്റർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും. 100% കള്ളനായാലൊന്നും ശരിയാകും. കള്ളത്തരം മാത്രമേ ഉള്ളൂ, നുണ മാത്രമേ പറയുള്ളൂ. റെക്കി മാസ്റ്റർ ആകാൻ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തിക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകണം. പുറത്ത് എല്ലാ ഗുണമൊന്നും വേണ്ട, മനസ്സുകൊണ്ട് റെക്കി ചെയ്യണം. ഇത് ഭജിക്കണം. നിമിത്ത ശാസ്ത്രം കൂടി പഠിച്ചവരാണെങ്കിൽ ഭജിക്കുകയോ ഇല്ലയോ എന്ന് ആദ്യമേ മനസ്സിലാവും. അവരോട് പറയില്ല. റെക്കി ചെയ്താൽ ഭജിക്കുമോ എന്ന് റെക്കി ചെയ്യേണ്ട ആള് നമ്മോട് പറയുമ്പോ തന്നെ റെക്കി മാസ്റ്റർക്ക് സിഗ്നൽ കിട്ടും.
ഇത് ശരിയാവില്ല, അയാളുടെ യോഗം എങ്ങനെയാണ് എന്ന്. പലരും ഒക്കെ ചോദ്യം ചോദിക്കല്ലോ, ചോദ്യം ചോദിച്ച് മറുപടി കിട്ടണമെന്ന് അവർക്കില്ല. മറുപടി കിട്ടണം, ഒരു ചെവി കൂടെ കിട്ടും, വേറെ ചെവി കൂടെ പോകും. ആദ്യം ഇത് ബലിക്കണം എന്നുള്ളത് മനസ്സുകൊണ്ട് ചെയ്യണം. രണ്ടാമത് ഏറ്റവും ശക്തിവിശേഷം നമ്മുടെ കണ്ണുകൾക്കാണ്. റെക്കിപ്പവറുള്ള വ്യക്തികളുടെ നേത്രങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതിപ്പോ റെക്കി പഠിക്കാവുന്നില്ല, അതൊരു ജന്മനുള്ള പവറാണ്. അവര് നോക്കുന്ന സമയത്ത് വലിയ അബദ്ധം. പൂതന വന്ന് കൃഷ്ണന് മുല കൊടുക്കുകയാണ്. കൃഷ്ണൻ എന്ത് ചെയ്തു അറിയും? കണ്ണുകളടച്ചു. കണ്ണടക്കാനുള്ള കാരണം എന്താ? കണ്ണു തുറന്നാൽ പൂതന കൃഷ്ണന്റെ നേത്രങ്ങൾ കണ്ടാൽ പിന്നെ ഈ ക്രൂരകൃത്യം ചെയ്യില്ല. കണ്ണുകളിലേക്ക് നോക്കുന്നു. അപ്പൊ വേണ്ട, യോഗം പോലെ വരട്ടെ, പൂതനയുടെ വിധിപ്രകാരം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻ കണ്ണടച്ചു. ഈ നേത്രങ്ങളെ കൊണ്ട് രക്ഷ ചെയ്യണമെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കുന്ന ആളായിരിക്കണം. വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കണം, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്ന എത്ര ബന്ധുക്കളുണ്ട്? എനിക്ക് വളരെ കുറവാണ്, എടുത്തു പറയാം. നിൽക്ക് വേണ്ടത്തിരിക്കും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, ഫോണിൽ മാന്തും, ആ വരട്ടെ പോട്ടെ എന്ന് പറയും. ആകെ ഒരു അക്ഷമയും അസ്വസ്ഥയും കാണിക്കാതെ കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കണം. അപ്പൊ റെക്കി കണ്ണുകൾ കൊണ്ട് റെക്കി ചെയ്യും. പല കള്ളത്തോടും കിടന്നതുകൊണ്ട് കണ്ണിലേക്കൊന്നും ആരും നോക്കില്ല. അതിന്റെ കണ്ണുകളെ നമുക്ക് കാണിക്കുകയും ചെയ്യും. വളരെ ബന്ധത്തിൽപ്പെട്ട ഒരു 25 ആളെ എടുത്താൽ 25 ആളും എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. അവരുടെ കണ്ണുകളിൽ ആരും കണ്ടില്ല. ഇത് ചെറിയൊരു കാര്യമല്ല കണ്ണ് എന്നുള്ളത്. രണ്ട്, കാതിനെ കൊണ്ട് റെക്കി ചെയ്യാം. കാത് ഓങ്കാര രൂപത്തിലാണ്. ഇരിക്കൂ, പറയൂ, കേൾക്കട്ടെ. നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ബന്ധുക്കാരനും യുവാവും മുമ്പിൽ വന്നിരുന്നു. എന്തോ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കയ്യോണ്ട് ഇങ്ങനെ കളിച്ച്, അത് ശരിയാവില്ല, അത് ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് എണീറ്റു. ഞാൻ പറഞ്ഞു, ഇരിക്കണോ. ആ യുവാവ് എവിടെ എത്താതെ പോയി. ശബ്ദത്തിന് പ്രത്യേകത. ഡിസ്റ്റന്റ് ഹീലിംഗ് ആയിട്ടും ചെയ്യും. ആളെ കാണണമെന്നില്ല, റെക്കിയിൽ ദൂരമില്ല. പലരും വിദേശത്ത് വിളിക്കാറുണ്ട്, എന്റെ ബന്ധത്തിൽപ്പെട്ട ഇന്ന ആൾക്ക് ഇങ്ങനെയാണ്, റെക്കി ചെയ്യണം. ആളെ കാണണ്ട, കണ്ടുകൊണ്ട് അബദ്ധമില്ല. ഒരു ഫോട്ടോയെങ്കിലും കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. സ്പർശം സ്പർശം സ്പർശിച്ച് ടച്ച് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. എത്ര കുട്ടികള് അമ്മയ്ക്ക് തലവേദന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടികളുടെ കൈ അമ്മയുടെ നെറ്റിയിൽ വെക്കാറുണ്ട്. അതൊന്നും പള്ളിക്കൂടത്ത് പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കാൻ അറിയുന്നവരും ഇല്ലല്ലോ. സ്പർശത്തിനേക്കാൾ വലുത് എന്താണുള്ളത്? എനിക്ക് കുട്ടിക്കാലത്ത് പനി പിടിച്ചു കിടക്കുന്നു. സ്കൂളിൽ അധ്യാപകനായിരുന്ന അച്ഛൻ വന്നിട്ട്
എനിക്ക് പനി കുറവുണ്ടോ എന്നോട്ട് എന്റെ നെറ്റിയിൽ ഒന്ന് കൈവച്ചു. ഒരു തവണയും കൊണ്ട് അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അത് ഓർക്കുക. 10 5 രീതിയിൽ പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെടുത്തി, ഞാനെല്ലാം പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുക, റെക്കി ചെയ്യാവുന്നു. റെക്കിയെക്കുറിച്ച് ഒന്നും അറിയാത്തവരിലും ഈ ശക്തിവിശേഷം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ഒന്നും അറിയണ്ട. നല്ല വൈദ്യന്മാരാണെങ്കിൽ, അവരുടെ മനസ്സ് വന്നെങ്കിൽ അവർ രോഗിയെ പഠിപ്പിക്കും. ഡിസ്റ്റന്റ് ഹീലിങ്ങിനും ബലമുണ്ട്. ഈ ഗുണങ്ങളൊന്നും ഇല്ലാതെ നേരിട്ടിട്ട് വർത്തമാനം പറഞ്ഞിറങ്ങുമ്പോഴേക്കും ഇവിടെ ഗുളിക എഴുതുന്ന സിസ്റ്റമാണ് പലരും അവലംബിക്കുന്നത്. രോഗികൾക്കും ഇഷ്ടം അതാണ്. കുറച്ച് വർത്താനം കേൾക്കുമ്പോഴേക്കും കടലാസിൽ എഴുതി 12 ഗുളിക. അതല്ല, മനസ്സുകൊണ്ട് വെക്കിമാറ്റം വെക്കിക്കണം. കണ്ണുകൾ കൊണ്ട് ചെയ്യണം. അതിനൊക്കെ ക്ഷമ വേണം. വെക്കിമാറ്റത്തിനും ക്ഷമ വേണം. ആധുനിക ലോകത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് ക്ഷമ. ക്ഷമയില്ലാത്ത കാലത്തിനെയാണ് കലികാലം എന്ന് വിളിക്കുന്നത്. ഗന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ ആ ഗന്ധത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രോഗി എവിടെയാവട്ടെ, രോഗി അമേരിക്കയിൽ, വ്യക്തി ചെയ്യുന്നത് കോഴിക്കോട്. അമേരിക്കയിലത്തെ ആളുടെ മാനസിക തലം മാറുമ്പോ ശരീരത്തിന്റെ ഗന്ധത്തിന് മാറ്റം വരും. ആ ഗന്ധം ഇവിടെ തിരിച്ചറിയും. പലരുമായിട്ട് നാം പിണങ്ങാനുള്ള കാരണം അതാണ്. അവരുടെ ഗന്ധത്തിൽ മാറ്റം വന്നു. അവരിവിടെ നമ്മുടെ അടുത്തേക്ക് വരണ്ട. ഈ പ്രപഞ്ചത്തിലെ കോടാനകോടി ഗന്ധങ്ങൾക്കിടയ്ക്ക് അത് നാം തിരിച്ചറിയും. അങ്ങനെ നോക്കുമ്പോൾ 5 രീതിയിൽ 6 രീതിയിൽ എന്നുള്ള വ്യാഖ്യാനവും ഉണ്ട്. എസ്റ്റി പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാത്ത സാധാരണ ഗതിയിൽ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പല ഗുണവും ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇതാണ് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾക്കും വരിക്കുന്നു. നമസ്കാരം.